വീട്ടുമൊഴികളും നാട്ടുവഴികളും പച്ചയായ കഥാപാത്രങ്ങളും നിറഞ്ഞ കൂടല്ലൂർ എന്ന കഥാപ്രപഞ്ചത്തെ ബാക്കിയാക്കിയാണ് MT വാസുദേവൻ നായർ മടങ്ങുന്നത്. തറവാട് വീടും പച്ചവിതച്ച നെൽവയലും അതിനപ്പുറം ചേർന്നൊഴുകുന്ന നിളാനദിയും കൊടിക്കുന്ന ഭഗവതിയും MTയുടെ ഓർമ്മകളുടെ കനലാണ്. MTയുടെ വേർപാടിൽ ഹൃദയവേദനയിലാണ് കൂടല്ലൂർ എന്ന കൊച്ചുഗ്രാമം. MT എന്ന അതുല്യ പ്രതിഭ അക്ഷരങ്ങൾ എഴുതിപ്പഠിച്ചത് കുമരനെല്ലൂരിലെ ഈ വിദ്യാലയത്തിൽ നിന്നായിരുന്നു. തൂതപ്പുഴയും കുന്തിപ്പുഴയും ഒത്തുകൂടുന്നിടം കിഴക്കുമുറിയെന്നും തെക്കുമുറിയെന്നും വടക്കുമുറിയെന്നും പടിഞ്ഞാറുമുറിയെന്നും 4 അടരുകളുള്ള കൂടല്ലൂർ. കൂടല്ലൂർ ഗ്രാമം MTക്ക് കൊടുത്ത കഥകൾക്ക് കയ്യും കണക്കുമില്ല. എറിഞ്ഞ വിത്ത് എന്നും 100 മേനി വിളഞ്ഞു. MTയുടെ പഴയ കാലഘട്ടത്തിലുള്ള ജീവിച്ചിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. മുഴുവനായിട്ടും എനിക്ക് അവരെയൊന്നും പരിചയമില്ല കഥാപാത്രങ്ങളെ. പക്ഷെ നമ്മുടെ അമ്മയൊക്കെ പറഞ്ഞത് അതൊക്കെ ജീവിച്ചിരുന്ന ഇവിടുത്തെ വ്യക്തികൾ തന്നെയായിരുന്നു എന്നാണ്. ദൈവമുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ കൊടിക്കുന്നത്തുകാവിൽ അമ്മയുണ്ട്. യുക്തിവാദികളുടെ സമ്മേളനത്തിൽ ചെറുപ്പക്കാരനായ MT പ്രസംഗിച്ചു. സ്ഥിരമായിട്ട് വരും, ദർശനം നടത്തും. മറ്റേത് അമ്പലത്തിൽ പോകാറുണ്ടോ എന്ന് എനിക്കറിയില്ല. കൊടിക്കുന്നത്ത് വരും, ദർശനം നടത്തും സ്ഥിരമായിട്ട്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പോലും പരാമർശിക്കുന്നുണ്ട്. ഉണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞിട്ടും ഉണ്ടല്ലോ. ബാക്കി ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അറിയില്ല, പക്ഷെ കൊടിക്കുന്നത്ത് അമ്മ ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്ന അങ്ങനെയാണ്. തറവാട്ടു വീടും മുന്നിലെ നെൽവയലുകളും കാലം കവർന്നു. ചേർന്നൊഴുകിയ നിളാനദി വരണ്ടു കിടപ്പാണ്. ഒരു പേറ്റുനോവായി അവശേഷിച്ച കഥാപാത്രങ്ങൾ ഇനിയും ബാക്കിയാണ്. MT വാസുദേവൻ നായർ, അല്ലെങ്കിൽ ഇവിടെ ഞങ്ങളെല്ലാവരും ഉണ്ണിമാമ എന്നാണ് വിളിക്കുക. ഞങ്ങളുടെ MT വാസുദേവൻ ഉണ്ണിമാമേൻ്റെ അമ്മാവനാണ് ഞങ്ങളുടെ മുത്തശ്ശി എന്ന് പറയുക. അപ്പോൾ ഒരേ തറവാട്ടുകാർ ഒരുമിച്ച് വളർന്നവരാണ് ഇവിടെയൊക്കെ. ഞങ്ങൾക്കൊരു യങ് ജനറേഷൻ ഇന്നത്തെ കാലത്ത് മലയാള സാഹിത്യത്തിനെ കുറിച്ച് ആക്ച്വലി ഫുൾ യൂട്യൂബും സോഷ്യൽ മീഡിയ കാലത്ത് ഇത്രയും കാലത്ത് തന്നെ നമുക്ക് വായനയുടെ ശീലം ഉണ്ടാക്കി തന്നത് ഉണ്ണിമാമേൻ്റെ ബുക്സാണ്. കുമരനെല്ലൂരിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇന്നും MTയുടെ ഹാജർ ബുക്ക് ചരിത്രശേഷിപ്പായി അവശേഷിക്കുന്നുണ്ട്. MTയെയും അക്കിത്തത്തെയും സമ്മാനിച്ചതിന്റെ ഗമയിലാണ് വിദ്യാലയ മുത്തശ്ശി. ഞങ്ങൾ അദ്ദേഹത്തെ സ്മരിക്കുന്നത് പറഞ്ഞാൽ അക്ഷരലോകത്തിന് ഇത്രയും വലിയൊരു നഷ്ടം, തീരാ നഷ്ടം അതായത് ഈ വേളയിൽ നമുക്ക് പറയാനുള്ളൂ. ഈ സ്കൂളിന് ഒരു താങ്ങാനാവാത്ത ഒരു വിടവ് തന്നെയാണ്. എന്നും ഇന്ത്യക്കകത്തും പുറത്തും കുമരനെല്ലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അറിയപ്പെടുന്നത് MTയുടെയും അക്കിത്തത്തിൻ്റെയും പേരിലാണെന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുക. വിസ്മൃതിയിലേക്ക് മറഞ്ഞാലും കൂടല്ലൂർ എന്ന ഗ്രാമത്തിന്റെ ഓർമ്മകളിൽ MT മൃത്യുവിനെ അതിജീവിക്കും. കൂടല്ലൂരിലെ ഈ തറവാട്ടു വീട്ടിൽ നിന്നാണ് MT അക്ഷരങ്ങൾ കൊണ്ട് മായാജാലം തീർത്തു തുടങ്ങിയത്. നന്ദി മഞ്ഞായി പെയ്തതിന്, ചന്തുവിൻ്റെയും ഭീമന്റെയും മറുകഥ പറഞ്ഞതിന്, മലയാളികൾക്ക് സുഹൃതം ചൊരിഞ്ഞതിന്. പ്രിയപ്പെട്ട MT, അങ്ങ് ജീവിക്കും മലയാളമുള്ള കാലത്തോളം. കാലം സാക്ഷി. സൂരജ് സജി, 24.